Welcome to Rosen in Point Orlando. ഇതാണ് മെയിൻ എൻട്രൻസ്. റിസപ്ഷൻ ഒരു ബാറാണ്. ഇവിടെ ഈ ടിക്കറ്റ്സ് എല്ലാം അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണ്, സാധാരണയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. 2252. This is in E block. Cupboard is there. Actually, it's big. റോസേൻ ഇൻ പോയിന്റ് ഹോട്ടലിന് 2 പൂളുണ്ട്. 2 പൂൾസ്. വൺ ഇസ് ദിസ് വൺ ഇസ് സംവെയർ എൽസ്. ഇതൊരു ചെറിയൊരെണ്ണമാണ്. അപ്പുറത്ത് എക്സ്പ്രസ് ഹൈവേ ആണെന്ന് തോന്നുന്നുണ്ട് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. നിറയെ മരങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു റിസോർട്ടിൻ്റെ പാർട്ടായിട്ടാണ് ഇത്. ശരിക്കും യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ, ഡിസ്നി ലാൻഡിൻ്റെ എല്ലാം റിസോർട്ട് കോംപ്ലക്സിൻ്റെ അതുമായിട്ട് ബന്ധമുള്ളത്. അപ്പോൾ അവർക്ക് ഇവിടുന്ന് ഫ്രീ ഷട്ടിലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടോട്ടൽ ഹോട്ടൽ തന്നെ അവർ ഒരു റിസോർട്ട് തീമിലാണ് ചെയ്തേക്കുന്നത്. കുറച്ച് നീളത്തിൽ കോറിഡോഴ്സും അതിൻ്റെ സൈഡിലെല്ലാം റൂംസ് ഒക്കെ ആയിട്ട്. കുറച്ച് പഴയതാണ്, പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഒരുപാട് ഫാമിലി വന്ന് താമസിക്കുന്ന സ്ഥലമാണിത്. റോസേനിന് പല ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ അതിൽ റോസേൻ സെൻറ്റർ, റോസേൻ പ്ലാസ, ഇതൊക്കെ ഇതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് തന്നെയുണ്ട്. ഇത് പക്ഷേ റോസേൻ ഇൻ പോയിന്റ് ഓർലാൻഡോ. ഈ പോയിന്റ് ഓർലാൻഡോ എന്ന് പറയുന്നത് ഫുൾ ഷോപ്പിംഗ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിലാണ് ഇത്. അപ്പോൾ ഇപ്പം ഞാൻ താമസിക്കുന്നത് ബ്ലോക്ക് ഇ ആണ്. ഇത് ABCDEFGH ഇല്ല, F അത്രയും വരെയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കോറിഡോർ പോകും. പിന്നെ ഇവിടെ ഇങ്ങനെ എലിവേറ്റർ ഉണ്ട്. അപ്പോൾ എലിവേറ്ററിൽ കയറി നമുക്ക് താഴേക്ക് പോകാം. ഒക്കെ പഴയതാണ്, പക്ഷെ വളരെ നല്ലതാണ്. ഇതാണ് ഇവിടുത്തെ എലിവേറ്റർ. ഇത് എലിവേറ്റർ ബിൽഡിംഗ് ജിയുടേതാണ്. ശരിക്കും പഴയ എലിവേറ്റർ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെയൊക്കെ മഴ പെയ്ത് കിടക്കുന്നുണ്ട്, നനഞ്ഞ് കിടക്കുന്നത്. ക്ലൗഡിനെ വെതറിൽ കണ്ടുള്ളായിരുന്നു, പക്ഷെ ഇവിടെ മഴയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ ഇതിൽ ചിലതൊക്കെ റിനോവേഷന് വേണ്ടിയിട്ട് അവർ ബ്ലോക്ക് അടച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ളൊരു ഏരിയ. ഇതിവിടെ നിന്നുള്ള വാക്ക് വേ ആണ്. നിറയെ മരങ്ങൾ എന്ന് വെച്ചാൽ നല്ല വലിയ മരങ്ങളും അത് ഏതൊക്കെയോ ടൈപ്പ് മരങ്ങളൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. ഇത് ആ കാണുന്ന ബസ്സാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലേക്ക് ഇവർ ഷട്ടിൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ പോയിന്റ് ഓർലാൻഡോയിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിട്ടിരിക്കുന്ന ഷട്ടിൽ ബസ്സാണ്. അപ്പോൾ ആ ഷട്ടിൽ ബസ് രാവിലെ 2 ടൈമോ വൈകുന്നേരം 2 ടൈമോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് പോവാം അതിൽ. അപ്പോൾ ആ രീതി ചെയ്തേക്കുന്ന ഷട്ടിൽ ബസ്സായത്. രാവിലെ ഇത് എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ. നല്ല രസമുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമായിട്ട് ഇവരുടെ ഈ ഏരിയയിലൂടെ മരങ്ങളും അതിൻ്റെ ഇടയിലെ വാക്ക് വേയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷട്ടിൽ ബസ്. 3 awesome parks, വെൽക്കം ടു നെക്സ്റ്റ് ലെവൽ യൂണിവേഴ്സൽ ഓർലാൻഡോ. അത് രാവിലെ അത് പോവാൻ തോന്നുന്നു. ഇത് ബ്ലോക്ക് എഫ്, അതിനിപ്പുറത്ത് ഇ, അതിൻ്റെ സൈഡിലായിട്ട് ഡി, പിന്നെ AB മെയിൻ റിസപ്ഷൻ്റെ തന്നെ ബാക്ക് സൈഡിലായിട്ടാണ്. ആ ഏരിയയിൽ താമസിക്കുന്നവർക്ക്
ഈസിയറാണ് റിസപ്ഷൻ. ഇത് ബാക്കി പക്ഷേ ഇച്ചിരി നടന്നിട്ട് നമ്മൾ വരണം. ആ സൈഡിൽ കാണുന്നത് മെയിൻ റോഡ്, ഇൻ്റർനാഷണൽ ഡ്രൈവ് ആണ്. പിന്നെ പോയിന്റ് ഓർലാൻഡോ അവിടെയാണ്. എന്നാൽ ഈ ബ്ലോക്ക് സി ആണ് ഞാൻ പറഞ്ഞ മറ്റേ ഇപ്പോൾ റിനോവേഷന് വേണ്ടിയിട്ട് അവരെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് അവർ റിനോവേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാക്കി അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നമുക്കൊന്നും വരുന്നില്ല. ഈ മരത്തിൻ്റെയൊക്കെ വണ്ണം നോക്കി, എത്രയോ പഴയ മരങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കും. ഇത് മെയിൻ റോഡിൽ നിന്ന് ഈ സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നാണ് ഈ പോയിന്റ് ഓർലാൻഡോയുടെ എൻട്രൻസിലേക്കുള്ള വഴി. അങ്ങനെ കാണുമ്പോൾ ഇതൊരു ചെറിയ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തേക്കാണ് എത്രയോ ഏരിയയിലായിട്ട്. ഇതിനുള്ളിൽ കടകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കിഡ്സ് പ്ലേ ഏരിയാസ് ഉണ്ട്. ടോട്ടലി ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. There are lots of parking space available in this place. ഒരു സൈബർ ട്രക്ക് ഇവിടെ കിടക്കുന്നുണ്ട്.